നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു വലിയ പവർ കമ്പനിയെക്കുറിച്ചാണ്. JSW എനർജി. അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അതിന്റെ അടിത്തറ തന്നെ മാറ്റിപ്പണിയാണ്. കൽക്കരിയുടെ പുകയിൽ നിന്ന് നേരെ കാറ്റിന്റെയും സൂര്യന്റെയും ഒരു പുതിയ ലോകത്തേക്ക്. JSW എനർജിയുടെ ഈ യാത്രയെ വെറുമൊരു മാറ്റമെന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊരു പുനർജന്മം തന്നെയാണ്. അപ്പോ ഈ വലിയ മാറ്റത്തിന് പിന്നിൽ എന്താണ്? വാ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. വെറും 5 വർഷം കൊണ്ട് JSW എനർജി അതിന്റെ എഞ്ചിൻ തന്നെ മാറ്റിമറിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ട് കൽക്കരിയെ മാത്രം ആശ്രയിച്ചിരുന്നൊരു കമ്പനി ഇന്ന് റിന്യൂവബിൾ എനർജിയുടെ ഒരു പവർ ഹൗസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോക്ക് എങ്ങോട്ടാണ്? അടുത്ത 5 വർഷം കൊണ്ട് ഈ കമ്പനി എവിടെയെത്തും? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ യാത്രയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സാധാരണ മാറ്റമല്ല. ഇത് കമ്പനിയുടെ സ്വഭാവത്തിൽ തന്നെ ഉണ്ടായ ഒരു പുനർജന്മമാണ്. കൽക്കരിയുടെ കറുത്ത പുകയിൽ നിന്ന് കാറ്റിന്റെയും വെയിലിന്റെയും ശുദ്ധമായ ലോകത്തേക്കുള്ള ഒരു വലിയ ചാട്ടം. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിയേ. 2017 ഈ റിന്യൂവബിൾ എനർജി എന്നൊക്കെ പറയുന്നത് അവർക്കൊരു ചെറിയ പരീക്ഷണം മാത്രമായിരുന്നു. പക്ഷേ 2019 ആയപ്പോഴേക്കും സംഗതി മാറി. അതവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി. എന്നാൽ ശരിക്കുമുള്ള ഗെയിം ചേഞ്ചർ വന്നത് 2023 മൈത്ര എനർജി അങ്ങ് ഏറ്റെടുത്തതോടെ JSW എനർജി ഒറ്റയടിക്ക് റിന്യൂവബിൾ എനർജി രംഗത്തെ ഒരു വമ്പനായി മാറി. ഇപ്പോൾ 2024 അവരുടെ വഴി എന്താണെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഈ താരതമ്യം കണ്ടാൽ ആ മാറ്റം എത്ര വലുതാണെന്ന് ശരിക്കും മനസ്സിലാകും. നോക്കൂ, ഇടതുവശത്ത് പഴയ JSW എനർജി, പൂർണ്ണമായും കൽക്കരിയുടെ കരത്തിൽ ഓടിയിരുന്ന ഒരു കമ്പനി. വലതുവശത്ത് പുതിയ JSW. ഇവിടെ കാറ്റും സോളാറും ഹൈഡ്രോ പവറുമാണ് മെയിൻ പ്ലേയേഴ്സ്. തീർന്നില്ല, ഇത് വെറും കറണ്ടുണ്ടാക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. എനർജി സ്റ്റോറേജിനുള്ള ബാറ്ററികൾ, ഗ്രീൻ ഹൈഡ്രജൻ, അങ്ങനെ ഭാവിയുടെ ടെക്നോളജിയിലേക്കാണ് അവരുടെ കണ്ണ്. അപ്പോൾ ഈ പുതിയ കമ്പനി ശരിക്കും എന്താണ് ചെയ്യുന്നത്? അവരുടെ പുതിയ വളർച്ചയുടെ എഞ്ചിൻ എന്തൊക്കെയാണ്? നമുക്ക് അവരുടെ കയ്യിലുള്ള ആസ്തികളും ഇനി വരാൻ പോകുന്ന പ്ലാനുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ശരിയാണ്, ഇപ്പോഴും അവരുടെ പകുതിയോളം, അതായത് 48% വരുന്നത് കൽക്കരിയിൽ നിന്നാണ്. അതവരുടെ പഴയ ലെഗസിയാണ്. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് ഇവിടെയാണ്. ബാക്കിയുള്ള 52% ഇപ്പോൾ റിന്യൂവബിൾ എനർജിയാണ്. കാറ്റും വെള്ളവും സോളാറും എല്ലാം കൂടെ ചേർന്ന് കൽക്കരി മറികടന്നു കഴിഞ്ഞു. അതായത് കമ്പനിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ ഗ്രീനായി കഴിഞ്ഞു. 7245 മെഗാവാട്ട്. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ടോട്ടൽ കപ്പാസിറ്റി. ഇത് എത്ര വലുതാണെന്നൊരു ഐഡിയ വേണോ? നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ പകുതിയിലധികം കറണ്ട് ആവശ്യം തീർക്കാൻ ഇത് മതിയാവും. അത്രയും വലിയൊരു സ്കെയിലാണ് ഇവരുടെ ഓപ്പറേഷൻ. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം ഈ നമ്പറാണ്. 2550 മെഗാവാട്ട്. ഇത് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രോജക്റ്റുകളാണ്. അതായത് അവരുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റിയുടെ 3-1 കൂടുതൽ പുതിയ പ്ലാന്റുകൾ ഒരേ സമയം പണിപുരയിലാണ്. അതിൽ കൂടുതലും വിൻഡ് എനർജിയാണ്. ആ വളർച്ചയുടെ സ്പീഡൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം, 20 ഗിഗാവാട്ട്. 2030 അവർക്കെത്തേണ്ടത് ഇവിടെയാണ്. അതായത് ഇന്നുള്ളതിന്റെ ഏതാണ്ട് 3 ഇരട്ടി വരുമിത്. ഇതൊരു വെറും നമ്പറല്ല. ഇന്ത്യയുടെ ഗ്രീൻ എനർജി മാപ്പിൽ ഒന്നാമനായി മാറാനുള്ള JSWയുടെ ഒരു പ്രഖ്യാപനമാണിത്. ഈ വലിയ സ്വപ്നങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഇതിനൊക്കെ സാമ്പത്തികമായൊരു അടിത്തറയുണ്ടോ? അപ്പോൾ അടുത്തതായി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യാം. കൂടെ അവർ നേരിടാൻ സാധ്യതയുള്ള റിസ്കുകളും. കാരണം വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ വലിയ പണം മുടക്കണമല്ലോ. ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വലിയ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് തയ്യാറെടുക്കുന്നതുപോലെയാണ് JSW എനർജി ഇത് ചെയ്തത്. 2017 മുതൽ 2019 വരെയുള്ള കാലത്ത് അവർ അവരുടെ കടം നന്നായി കുറച്ചുകൊണ്ടുവന്നു. ഈ ഗ്രാഫിൽ കാണുന്ന നെറ്റ് ഡെപ്റ്റ് ടു EBITDA റേഷ്യോ താഴേക്ക് വരുന്നത് കണ്ടില്ലേ? അതിനർത്ഥം സിമ്പിളായി പറഞ്ഞാൽ അവരുടെ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കടം കുറവായിരുന്നു എന്നാണ്. ഈയൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ് പിന്നീട് ഇത്രയും വലിയ ഏറ്റെടുക്കലുകൾ നടത്താനുള്ള ധൈര്യം അവർക്ക് കൊടുത്തത്. പക്ഷേ ഈ യാത്രയിൽ കുറച്ച് റിസ്കുകൾ കൂടിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. 1. കടം. ഈ കാണുന്ന വളർച്ചയുടെയെല്ലാം പണം വരുന്നത് കടമെടുത്തിട്ടാണ്. അതുകൊണ്ടുതന്നെ കടം വളരെ കൂടുതലാണ്. 2. പലിശ നിരക്ക്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ഇവരുടെ തിരിച്ചടവ് കൂടും. അത് പ്രോഫിറ്റിനെ ബാധിക്കും. 3. കൽക്കരിയിലുള്ള ആശ്രിതത്വം. അവരുടെ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം ഇപ്പോഴും വരുന്നത് പഴയ കൽക്കരി പ്ലാന്റുകളിൽ നിന്നാണ്. അപ്പോൾ കൽക്കരിയുടെ വിലയോ സർക്കാർ പോളിസികളോ മാറിയാൽ അത് കമ്പനിയെ നേരിട്ട് ബാധിക്കും. അപ്പോൾ ഈ അവസരങ്ങളും റിസ്കുകളുമെല്ലാം വലിയ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? അടുത്തതായി നമുക്ക് ആരാണ് ഈ കമ്പനിയിൽ വിശ്വസിച്ച് പണമിറക്കിയിരിക്കുന്നത് നോക്കാം. ഫോളോ ദ മണി. അതെ, ഇതാണ് ചോദ്യം. ഇത്രയൊക്കെ റിസ്കുകൾ നമ്മൾ കണ്ടു. എന്നിട്ടും എന്തുകൊണ്ടാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങൾ ഈ കമ്പനിയിൽ പണം മുടക്കി തുടരുന്നത്? അവരെന്താണിതിൽ കാണുന്നത്? വാ നോക്കാം. ഇതിന്റെ ഒരു പ്രധാന ഉത്തരം ഈ ചാർട്ടിലുണ്ട്.
നോക്കൂ, കമ്പനിയുടെ 75% ഷെയറും പ്രൊമോട്ടർമാരുടെ, അതായത് കമ്പനിയുടെ ഓണേഴ്സിന്റെ കയ്യിലാണ്. അതിനർത്ഥം സ്വന്തം കമ്പനിയുടെ ഭാവിയിൽ അവർക്ക് അത്രയധികം വിശ്വാസമുണ്ടെന്നാണ്. അത് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന വലിയൊരു കോൺഫിഡൻസാണ്. പോരാത്തതിന് 8% ഷെയറുകൾ വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലാണ്. അതായത് സ്മാർട്ട് മണി എന്ന് പറയുന്നവർ ഈ സ്റ്റോറിയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ സ്ഥാപനങ്ങൾ ഇതിൽ തുടരുന്നതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇന്ത്യയുടെ ഗ്രീൻ എനർജിയിലേക്കുള്ള ഈ മാറ്റം ഒരു ലോങ് ടേം മെഗാ ട്രെൻഡാണ്. രണ്ടാമത്, മൈത്രയെപ്പോലുള്ള വലിയ കമ്പനിയെ ഏറ്റെടുത്ത് വിജയകരമായി നടത്തുന്നതിലൂടെ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള കഴിവ് അവർ തെളിയിച്ചു കഴിഞ്ഞു. മൂന്നാമത്, ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കൂടുതൽ കറന്റ് വേണം. ആ ആവശ്യകതയിൽ JSW ഒരു പ്രധാന പങ്ക് വഹിക്കും. അവസാനം, ആ 20 ഗിഗാവാട്ട് എന്ന ലക്ഷ്യം, അത് ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ വളരെ വ്യക്തമായൊരു വളർച്ചയുടെ ചിത്രം നൽകുന്നു. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഭാവി എന്താണെന്ന് നോക്കാം. JSW എനർജിയുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും? JSW എനർജിയുടെ ഭാവിയെ സഹായിക്കുന്ന 3 വലിയ ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ വളർച്ച തന്നെ. കൂടുതൽ ഫാക്ടറികൾ വരുന്നു, കൂടുതൽ വീടുകൾ വരുന്നു, ഇതിനെല്ലാം കൂടുതൽ കറണ്ട് വേണം. 2, ഗവൺമെന്റ് സപ്പോർട്ട്. ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പോലുള്ള സർക്കാർ പദ്ധതികൾ JSWയുടെ സ്ട്രാറ്റജിയുമായി കറക്റ്റായി ഒത്തുപോകുന്നതാണ്. മൂന്നാമത്തേത്, പുതിയ ആവശ്യക്കാർ. റോഡിലിറങ്ങുന്ന ഓരോ ഇലക്ട്രിക് വണ്ടിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന് ശക്തി പകരുന്ന ഓരോ ഡേറ്റാ സെന്ററിനും എന്ത് വേണം? വൈദ്യുതി വേണം. ഈ വലിയ ഡിമാൻഡ് JSW പോലുള്ള കമ്പനികൾക്ക് വലിയൊരു അവസരമാണ്. അപ്പോൾ എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് JSW എനർജിയുടെ ചിത്രം. ഒരു വശത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഗ്രീൻ എനർജി വിഷൻ, അത് നടപ്പാക്കാനുള്ള കഴിവ്, പിന്നെ ഓണേഴ്സിന്റെ ഉറച്ച പിന്തുണ. ഇനി മറുവശത്ത് നോക്കിയാലോ? വലിയ കടമുണ്ട്, ഇപ്പോഴും വരുമാനത്തിന് കൽക്കരിയെ ആശ്രയിക്കുന്നുണ്ട്, പിന്നെ ഈ വലിയ പ്രോജക്റ്റുകളൊക്കെ കൃത്യസമയത്ത് തീർക്കണമെന്നുള്ള പ്രഷറുമുണ്ട്. ചുരുക്കത്തിൽ അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെയുള്ള ഒരു യാത്രയാണിത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളോടാണ്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് ഈ കമ്പനി നിങ്ങൾക്ക് ചേർന്നതാണോ? ഓർക്കുക, ഇതൊരു ബൈ അല്ലെങ്കിൽ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു അനാലിസിസ് മാത്രമാണ്. നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതായത് ഒരു 5-10 വർഷത്തേക്ക് നോക്കുന്ന ഒരാളാണെങ്കിൽ, ഇന്ത്യയുടെ ഈ ഗ്രീൻ എനർജി സ്റ്റോറിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, പിന്നെ ഇതിലെ റിസ്കുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം. അതേസമയം നിങ്ങൾ പെട്ടെന്നുള്ള ലാഭം നോക്കുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലാത്ത, സ്ഥിരമായി ഡിവിഡൻഡ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് പറ്റിയ സ്റ്റോക്ക് ആയിരിക്കില്ല. എപ്പോഴും ഓർക്കുക, ഏത് നിക്ഷേപം നടത്തുന്നതിന് മുൻപും സ്വന്തമായി പഠിക്കുക, റിസർച്ച് ചെയ്യുക. തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.